അള്ളാഹുവിനോട് മാത്രമേ ആകാവുന്നതാണ്. ജീവിതത്തിൽ തേട്ടങ്ങളെല്ലാം റബ്ബിനോടേ പാടുള്ളൂ. എന്ന സുബ്ഹാനക അലീം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അത് അഹ്ലുസുന്നത്തിന്റേതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതും മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്. ഈ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അനുഗ്രഹപൂർണനും അത്യുന്നതനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യാ ഇബാദി എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയാൻ, യാ ഇബാദി. ആരാ വിളിക്കണത്? അല്ലാഹുവാണ്. ആരാ പറഞ്ഞിരുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹദികും. എന്റെ അടിയാന്മാരെ, എന്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും വഴിയറിയാത്തവരാണ്. നിങ്ങളെല്ലാവരും വഴിയറിയാത്തവരാണ്. ഞാൻ വഴികാട്ടിയവരൊഴികെ, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മാർഗദർശനം തേടുക, ഞാൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകാം. നിങ്ങൾ എന്നോടാകണം ഹിദായത്ത് ചോദിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്നാൽ ആ ചോദ്യം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലിയാനിയോട് ചോദിക്കുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ ഖുതുബിയ്യത്ത് എന്ന മാലപ്പാട്ടിനകത്തുള്ള ഏറ്റവും വലിയ ദുരന്തം. മുസ്ലിങ്ങൾ ചോദിക്കുന്നത് ഹിദായത്തിലാക്കണ ഷെയ്ഖേ എന്നാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്നത് അല്ലാഹു ഞാനാണ് ഹിദായത്തിലാക്കുന്നവരെന്നാണ്. കിതാബിനെതിരാണ് പാട്ടുകൾ, സുന്നത്തിനെതിരാണ് പാട്ടുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരാണ് പാട്ടുകൾ. അല്ലാഹുൽ മുസ്തഅൻ. വീണ്ടും അല്ലാഹു തആല വിളിക്കാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആഹാരം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകാം. അതാണ് മഹാനായ ഖലീലുർ റഹ്മാൻ ഇമാമുൽ മുവഹിദീൻ അബുൽ അംബിയാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ. അല്ലാഹുവാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എനിക്ക് വെള്ളം തരുന്നവൻ എന്ന്. അല്ലാഹുവാണ്. അതെങ്ങനെ പ്രിയമുള്ളവരെ, മഹാന്മാരെന്ന് പറയുന്നവരോട് നമ്മൾ ചോദിക്കും. മദ്ഹിന്റെ പേരിൽ പല പാട്ടുകളിലും കുത്തി നിറച്ചിരിക്കുന്നത് പച്ച ശിർക്കിന്റെ വരികളാണ്. വീണ്ടും അല്ലാഹു പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുക്കും. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും നഗ്നന്മാരാകുന്നു, ഉടുക്കാനില്ലാത്ത വസ്ത്രം ധരിക്കാനില്ലാത്തവരാകുന്നു. ഞാൻ ഉടുക്കാൻ കൊടുത്തവരൊഴികെ, ഞാൻ വസ്ത്രം നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഉടുപ്പ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉടുപ്പ് നൽകാം. ഉടുപ്പ് വേണമെന്ന് പോലും ചോദിക്കേണ്ടത് ആരോടാണ്? അല്ലാഹുവിനോടാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു പറയുന്നതായി, യാ ഇബാദി, ഓ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. നിങ്ങൾ രാപ്പകൽ തെറ്റ് പ്രവർത്തിക്കുന്നു. വഅന അഗ്ഫിറുദ്ദുനൂബ ജമീഅ. എന്നാലോ ഞാൻ തെറ്റുകൾ മുഴുവനും പൊറുക്കുന്നു. ഫസ്തഗ്ഫിറൂനി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് തെറ്റ് പൊറുക്കാൻ വേണ്ടി തേടുക, പ്രാർത്ഥിക്കുക. അഗ്ഫിർ ലക്കും. ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഇർതകബത്ത് ചൊല്ലാനല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതിൽ നാം ആദ്യമായി പാലിക്കേണ്ട കാര്യം എന്തറിയോ? അദ്ദേഹം ശറആക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതനിയമമാക്കി നമ്മോട് പറഞ്ഞതെന്തോ അതിന് വഴിപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കലും